കോഴിക്കോട് മുൻ എംഎൽഎ എ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവ് നൽകി. കെ.ആർ. സാജു തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സാജു, ഉത്തരവിന്റെ വിശദാംശങ്ങൾ. കോഴിക്കോട് മുൻ എംഎൽഎ കൂടിയായ എ പ്രദീപ് കുമാറിനെയാണ് മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച ഉത്തരവ് ഇപ്പോൾ മുഖ്യമന്ത്രി ഒപ്പുവെച്ചു. അത് പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കോഴിക്കോട് നോർത്തിൽ നിന്നും ഏറെ ജനകീയനായ എംഎൽഎ ആയിരുന്നു എ പ്രദീപ് കുമാർ. വിവിധ തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് സംസ്ഥാനത്തുടനീളം ജനപ്രതിനിധികൾക്ക് മാതൃകയായി തീരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയ ആളാണ് എ പ്രദീപ് കുമാർ. അത്തരമൊരു ജനകീയ മുഖത്തെയാണ് മുഖ്യമന്ത്രി തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഈ ഘട്ടത്തിൽ നിയമിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന പ്രൈവറ്റ് സെക്രട്ടറി രാകേഷിനെ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിക്കപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് അവിടെ ഒഴിവ് വരുന്നത്. ആ ഒഴിവിലേക്ക് മറ്റു പല പേരുകളും സംസ്ഥാനത്തെ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരുടെ പേരുകൾ ഊഹാപോഹങ്ങളായി പ്രചരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം, മുഖ്യമന്ത്രിയും CPM നേതൃത്വവും എടുത്തിരിക്കുന്ന തീരുമാനം രാഷ്ട്രീയ നിയമനം തന്നെയാണ്. അതും വളരെ ജനകീയ മുഖമായ എ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി കൊണ്ടുവരികയാണ്. സ്വാഭാവികമായും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുക എന്നത് തന്നെയാണ് ഈ നിയമനത്തിന്റെ ലക്ഷ്യം എന്ന് നമുക്കറിയാം. നേരത്തെ വിദ്യാഭ്യാസ രംഗത്ത് MLA ആയിരിക്കെ പ്രിസം പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുകയും അതിന് വലിയ രീതിയിലുള്ള അംഗീകാരങ്ങളൊക്കെ തേടിയെത്തുകയും ചെയ്തിരുന്നു എ പ്രദീപ് കുമാറിന്. സ്വാഭാവികമായും അത്തരം ഒരു മുഖത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്ന തീരുമാനത്തിന് അത് കൂടുതൽ ജനകീയമാകാനുള്ള സർക്കാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രദീപ് കുമാറിനെ നോക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം. തീർച്ചയായും അമൃത, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ എ പ്രദീപ് കുമാർ, അദ്ദേഹം CPM-ന്റെ ജനകീയ മുഖങ്ങളിൽ ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. കോഴിക്കോട് നോർത്തിൽ നിന്നും 3 തവണ തുടർച്ചയായി തന്നെ MLA ആയി അദ്ദേഹം വരുന്നു. തുടർന്ന് സംസ്ഥാനമൊട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രിസം പോലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി യുവജന കാലഘട്ടം കൂടി നമുക്കറിയാവുന്നതാണ്. സംഘടനാപരമായി അദ്ദേഹത്തിന്റെ ശേഷി തെളിയിക്കപ്പെട്ട ഘട്ടം കൂടിയായിരുന്നു അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഘട്ടത്തിലൊക്കെ അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ച അനുഭവം കോഴിക്കോട്ടെ വിദ്യാർത്ഥി യുവജന നേതൃത്വത്തിന് ഉണ്ടായിരുന്നത് നമുക്ക് അറിയാവുന്നതാണ്. മാത്രമല്ല, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയ്ക്കും സംഘടനാപരമായ വലിയ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തെ പാർട്ടി ഏൽപ്പിച്ചത് വിവിധ ഘട്ടങ്ങളിലായി വളരെ വിജയകരമായി പൂർത്തീകരിച്ച ആൾ കൂടിയാണ് എ പ്രദീപ് കുമാർ. സ്വാഭാവികമായും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നിശ്ചയിക്കാം. പാർട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെ തീരുമാനമെടുക്കുന്നത് അത് ഓഫീസിന്റെ മുഖം കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്നുള്ളത് ഉറപ്പാണ്. അമൃത, രാകേഷിന് പകരം ഇനിയിപ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പലരുടെയും പേര് ഉയർന്ന് കേൾക്കുകയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഔദ്യോഗിക ഉത്തരവ് വന്നോ സാജു? ഔദ്യോഗികമായി തന്നെ മുഖ്യമന്ത്രി ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുന്നു. അക്കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പായി നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ മറ്റ് നടപടികൾ ഒന്നുമില്ല. അദ്ദേഹത്തിന് ചുമതല ഏറ്റെടുക്കേണ്ടതേ ഉള്ളൂ. മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന സമയപ്രകാരം മുഖ്യമന്ത്രിക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കാൻ എ പ്രദീപ് കുമാറിന് കഴിയും. നമ്മൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന ഉത്തരവാദിത്വം നിർവഹിക്കാനായി ആരെത്തുമെന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കെ രാകേഷ് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പോയ ഒഴിവിലേക്ക് അവിടെ മുൻ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരുടെ പേരുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഭ്യൂഹമായി പ്രചരിച്ചിരുന്ന ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊന്നും തന്നെ പാർട്ടി നേതൃത്വം ഇതിനോടൊന്നും പ്രതികരിച്ചില്ല. ആരെ ആക്കും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് 1-2 വാർത്താ സമ്മേളനങ്ങളിൽ നമ്മൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട്
ചോദിക്കുന്നുണ്ടായിരുന്നു മാധ്യമപ്രവർത്തകർ. അപ്പോഴെല്ലാം അതിന് MV ഗോവിന്ദൻ നൽകിയ മറുപടി അത് മുഖ്യമന്ത്രി തീരുമാനിക്കും, അത് മുഖ്യമന്ത്രിയുടെ അധികാരമാണ് എന്ന നിലയ്ക്കാണ്. അതിനുള്ള തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ പാർട്ടിയുടെ കൂടി നിർദ്ദേശം പരിഗണിച്ചുകൊണ്ടാവും ആ സ്ഥാനത്തേക്ക് പ്രദീപ് കുമാർ എന്ന മുൻ കോഴിക്കോട് നോർത്തിന്റെ MLA നിശ്ചയിച്ചിരിക്കുന്നത്. ഏറ്റവും ജനകീയനായി നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാതെ പോയത് പാർട്ടി ഏർപ്പെടുത്തിയ ടേൺ ക്രമമായിരുന്നു. 3 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചവരെ മാറ്റി നിർത്തുക എന്ന, അതിന് പുതിയ മുഖങ്ങൾ കടന്നു വരണം എന്ന പാർട്ടിയുടെ രാഷ്ട്രീയവും സംഘടനാപരവുമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തിന് പിന്നീട് മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടത്. അതിനുശേഷവും CPM സംസ്ഥാന നേതൃത്വം നൽകുന്ന ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് സംഘടനാ രംഗത്ത് വളരെ സജീവമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അദ്ദേഹത്തെ പോലെ ഒരു ജനകീയ മുഖത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂടി പാർട്ടി ഇളവ് നൽകി മത്സരിപ്പിക്കുകയായിരുന്നെങ്കിൽ ഒരു മന്ത്രിസ്ഥാനത്തേക്കൊക്കെ എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരാളായിരുന്നു പ്രദീപ് കുമാർ. അത് തന്നെ അന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുമ്പോൾ പോലും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അവിടെയാണ് പാർട്ടിയും മുഖ്യമന്ത്രിയും ഒരു പുതിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന പുതിയ ഉത്തരവാദിത്തത്തിലേക്ക് കൂടിയാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ എത്തിച്ചേരുന്നത്. ഇനി അദ്ദേഹം എന്നാണ് ചുമതലയേൽക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും അദ്ദേഹത്തെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പുറത്തിറക്കിയിട്ടുണ്ട്. അമൃത.